JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദേവസ്വം ബോർഡിന്റെ LD ക്ലർക്കിന്റെ വിജ്ഞാപനം വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിലെ യോഗ്യതയെ സംബന്ധിച്ച് ഒരു അവ്യക്തത ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ദേവസ്വം ബോർഡിന്റെ LD ക്ലർക്ക് തസ്തികയിലേക്കുള്ള യോഗ്യതയെ സംബന്ധിച്ചുള്ള വിജ്ഞാപനത്തിലെ അവ്യക്തത. അത് എന്താണ് എന്ന് നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ LD ക്ലർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർക്കായുള്ള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വിജ്ഞാപനത്തിലെ യോഗ്യതയിലെ അവ്യക്തത +2 അല്ലെങ്കിൽ തത്തുല്യമാണ് ആദ്യത്തെ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ യോഗ്യതയും കൂടി വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് ആണ് രണ്ടാമത്തെ യോഗ്യതയായി വിജ്ഞാപനത്തിൽ ആവശ്യപ്പെട്ടുള്ളത്. ഈ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ തത്തുല്യ യോഗ്യത സംബന്ധിച്ചാണ് ആശയക്കുഴപ്പത്തിലായിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കുകയുണ്ടായി. അതിൻ്റെ അകത്തെ ഈ തത്തുല്യ യോഗ്യത എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ് മാത്രമായുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് വളരെ സാധ്യത കുറവാണ്. ഈ KGTA ടൈപ്പ് റൈറ്റിംഗ് ഇതിനൊക്കെ പഠിച്ച ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയാണ് KGTA സർട്ടിഫിക്കറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വേർഡ് പ്രോസസ്സിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അല്ലാതെ അതിൻ്റെ തത്തുല്യ യോഗ്യതയായിട്ട് എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു ആശയക്കുഴപ്പം ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ DCAയിലും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ബിരുദം, ബിരുദാനന്തര ബിരുദം തുടങ്ങിയ കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുന്നവർക്കെല്ലാം തന്നെ വേർഡ് പ്രോസസ്സിംഗ് അറിയാവുന്നതാണ്. ഈ യോഗ്യതകൾ തത്തുല്യമായിട്ടാണോ ഉയർന്ന യോഗ്യതയായിട്ടാണോ പരിഗണിക്കുന്നത് എന്നത് വ്യക്തമല്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ചില തസ്തികൾക്ക് കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഷയങ്ങളിൽ ഉപരിപഠനം അംഗീകരിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് ഇവയെല്ലാം തന്നെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് അംഗീകരിക്കേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതൊന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികൾ പൊതുവെ പരാതിപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നിയമന നടപടികൾ വൈകിപ്പോകാൻ ഇത്തരം അവ്യക്തതകൾക്ക് കഴിയുമെന്നാണ് ഇവരുടെ ഉദ്യോഗാർത്ഥികളുടെ എല്ലാം തന്നെ ആശങ്ക. കാരണം പൊതുവെ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇത്. 2022 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിശേഷാൽ ചട്ടം ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ട് ഭേദഗതി ചെയ്തത്. അതിനുശേഷം അല്ലെങ്കിൽ അതിനു മുൻപ് SSLC ഹയർ സെക്കൻഡറി യോഗ്യതയുള്ളവർ ക്ലർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ തസ്തികയ്ക്ക് അപേക്ഷിക്കാമായിരുന്നു എന്നുള്ളതാണ് അതിനു മുമ്പുള്ള ഉണ്ടായിരുന്ന ഭേദഗതി. അതിനുശേഷമാണ് ചട്ടം ഭേദഗതി ചെയ്തത്. അതുപോലെ തന്നെ ഈ ഭേദഗതിയിലാണ് കമ്പ്യൂട്ടർ അതുപോലെ തന്നെ വേർഡ് പ്രോസസ്സിംഗ് കൂടി ഉൾപ്പെടുത്തിയത്. വിശേഷാൽ ചട്ടത്തിലെ യോഗ്യതയായ വിജ്ഞാപനത്തിൽ അതേപടി ചേർത്തിട്ടുള്ളതും എന്നാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അധികൃതരൊക്കെ ചോദിക്കുമ്പോൾ അവർ അറിയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിൽ മാറ്റം വരുത്തിയിട്ടും ഇല്ല. അപ്പോൾ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിന്റെ തത്തുല്യ യോഗ്യതകൾ സംബന്ധിച്ച് സർക്കാരിന്റെ വ്യക്തമായ ഉത്തരവുകളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിനനുസരിച്ച് യോഗ്യതയുള്ളവരെ എല്ലാം തന്നെ അപേക്ഷ സ്വീകരിച്ച് അവർക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം ഒരുക്കുമെന്നും റിക്രൂട്ട്മെന്റ് ബോർഡ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശങ്കകളൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പരീക്ഷയ്ക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അപേക്ഷിക്കുന്ന അവസരത്തിൽ തങ്ങൾ തത്തുല്യ യോഗ്യത വെച്ച് അപേക്ഷിക്കുമ്പോൾ അത് പരിഗണിക്കപ്പെടില്ല എന്ന് വന്നാൽ പിന്നീട് എന്ത് ചെയ്യുമെന്നുള്ള ഒരു ആശങ്കയിലാണ് ഓരോ ഉദ്യോഗാർത്ഥിയും മുൻപോട്ട് പോകുന്നത്. അപ്പോൾ അതുമായിട്ടുള്ള വ്യക്തമായ ഒരു നിർദ്ദേശങ്ങളൊന്നും തന്നെ നോട്ടിഫിക്കേഷനിൽ പറയുകയും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ വളരെയധികം ആശങ്ക നിലനിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥിയും തത്തുല്യ യോഗ്യത വെച്ച് അപേക്ഷിക്കുമ്പോൾ
കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് DCAയും അതുപോലെയുള്ള കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട DTP കോഴ്സുകളിലും എല്ലാം തന്നെ, അതുപോലെ തന്നെ +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവരും ഡിഗ്രി ലെവലിലെ കമ്പ്യൂട്ടർ പഠിച്ചവർക്കെല്ലാം തന്നെ ഈ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്ന കോഴ്സ് ഉൾപ്പെട്ടിട്ടുള്ള അതാണ് എന്നുള്ളത് തന്നെ ആണെങ്കിൽ പോലും അതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു നോട്ടിഫിക്കേഷനിൽ വ്യക്തത വരുത്തിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഈ ആശങ്ക ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും ഇതെല്ലാം പരിഗണിക്കുമെന്നാണ് റിക്രൂട്ട്മെന്റ് ബോർഡിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. പിന്നീട് മാറ്റങ്ങൾ അതിനനുസരിച്ചുള്ള നിയമ നടപടികളൊക്കെ തന്നെ ഉണ്ടാവുമെന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ പര്യവസാനിക്കുമെന്ന ഒരു വിശ്വാസത്തോടു കൂടി തന്നെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. അതിലേക്ക് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ, തത്വ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.